Dear children, here we are discussing cancer. Is our next session. It is one of the most dreaded disease. Which are the points, characteristic features, types of cancer, different causes of cancer, and different diagnostic tests to detect, and treatment procedures, and also can discuss about is it prevent. Characteristics of cancer. That is, these cells are growing rapidly, dividing, actively dividing. When we compare normal cell with the cancer cell, we can see the cancerous cells are rapidly multiplying, growing, and they grow into non-differentiated mass of cells. Non-differentiated mass of cells, that the nucleus is very larger and the protoplasm is neoplastic. They can modify to any type of pattern. There is no distinct pattern present like the normal cell. In normal cell, ഇപ്പൊ നമ്മുടെ ഒരു സ്കിൻ സെല്ലാണെങ്കിൽ ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്തുണ്ടാവുന്നത് മുഴുക്കെ ആ നിയർ ബൈ സ്കിൻ സെല്ലിനോട് പോലെയുള്ള അതേ സെയിം പാറ്റേൺ ആയിരിക്കും. പക്ഷെ ക്യാൻസർ സെൽസ് മൾട്ടിപ്ലൈ ചെയ്തുണ്ടാകുന്നത് ഓരോന്നും അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽസ് ആണ്. അതിന് ഒരു സിമിലാരിറ്റിയും അത് ഉണ്ടായി വന്ന ആ ഏരിയയുമായി ഒരു സിമിലാരിറ്റിയും കാണിക്കില്ല. ആൻഡ് അനദർ ഫീച്ചർ, നോർമൽ സെൽ ഹാവിംഗ് എ കോണ്ടാക്ട് ഇൻഹിബിഷൻ is present which control the further divisions. ഒരു സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവർ തമ്മിൽ വല്ലാതെ അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ ആ കോണ്ടാക്ട് ആക്ട് ആസ് എ ഇൻഹിബിറ്റിംഗ് ഫാക്ടർ വിച്ച് പ്രിവെന്റ് ഫ്രം ഫർദർ ഡിവിഷൻ. എന്നാൽ ക്യാൻസർ സെൽസ് ദേ ആർ ലോസ്റ്റിംഗ് ദാറ്റ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ്. അതുകൊണ്ട് എന്താ, അവരെത്ര അടുത്തിരുന്നാലും ദേ കണ്ടിന്യൂ ദയർ ഡിവിഷൻ. Okay. Another feature, the cancerous cells invade and damage surrounding tissues. തൊട്ടടുത്തുള്ള കോശങ്ങളെ അത് നശിപ്പിക്കും. And starved them to death. ചുറ്റിനുള്ള കോശങ്ങൾക്ക് they not get enough space or the nutrients or the exchange materials for the waste disposal. അപ്പോൾ they starve to death. എന്നാൽ ഈ ക്യാൻസർ സെൽ എന്ത് ചെയ്യും? They replicate itself without cell death. അങ്ങനെ അത് വളർന്നുകൊണ്ടേയിരിക്കും, ചുറ്റിനടുത്തുള്ള കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ നോർമൽ സെല്ലാണ് നശിക്കുന്നത്. ഓക്കെ. ദെൻ അനദർ ഫീച്ചർ, ദേ ക്യാൻ മൂവ് ടു ഡിസ്റ്റന്റ് പ്ലേസസ് ത്രൂ ബ്ലഡ് ഓർ ലിംഫ് ആൻഡ് സ്പ്രെഡിങ് ഓഫ് ക്യാൻസർ. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് മെറ്റാസ്റ്റാസിസ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓർക്കുക. റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ, that is important feature, rapid multiplication, and they are non-differentiated mass of neoplastic cells, and they invade and damage surrounding tissues, and no cell death is characterized by the cancer cell, and they even spread to nearby tissues by metastasis. Next is two type of tumor, that is well marked difference, benign tumor, malignant tumor. ഈ പടത്തിൽ തന്നെ നമുക്കത് വ്യക്തമാവും. കണ്ടോ, a benign tumor, the tumorous growth is encircled by a tissue sheath, ഒരു enclosed in a sheath. അപ്പോൾ that cells not leak into other spaces, വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവില്ല. പക്ഷെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വളരുമ്പോൾ ഇറ്റ് മേക്ക് ഡാമേജ് ടു ദ സറൗണ്ടിങ് ടിഷ്യൂസ്. അതുകൊണ്ട് ഇതിന്റെ ഗ്രോത്ത് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. എന്നാൽ മാലിഗ്നന്റ് ട്യൂമർ എന്താണ്? അങ്ങനെ ഒരു ഷീത്ത് കവറിങ് ഇല്ല. അതുകൊണ്ട് ദേ ആർ ഈസിലി എസ്കേപ്പ് ഔട്ട് ആൻഡ് സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ മൂവ് ടു detaching and move through the blood or lymph vessels, and again attaching to other areas, and a local breakdown and attachment to other area and causing spreading of cancer called metastasis. ഇനി ഇങ്ങനെയുള്ള ഈ ക്യാൻസർ
അപ്പൊ എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്? അപ്പോൾ നോർമൽ സെൽ ഒരു നിയോപ്ലാസ്റ്റിക് ട്യൂമർ സെൽ ആകുന്നതാണ് ക്യാൻസർ. എങ്ങനെയാണ് ഒരു നോർമൽ സെൽ നിയോപ്ലാസ്റ്റിക് ട്യൂമർ സെൽ ആകുന്നത്? ഇറ്റ് ഈസ് ബൈ സം ഏജൻസ്. ദാറ്റ് ഏജൻസ് ആർ നോൺ ആസ് കാർസിനോജൻസ്. ദീസ് ഏജൻസ് ആർ നോൺ ആസ് കാർസിനോജൻസ്. ഓക്കെ, അങ്ങനെ നോട്ട് ചെയ്തോളൂ കേട്ടോ, കാർസിനോജൻ എന്നുള്ള വേർഡ്. അപ്പൊ വിച്ച് ആർ ദ കാർസിനോജൻ? They are divided into 3 sections, that physical agent, chemical agent, biological agent. അപ്പോ എന്താണ് ഈ ഏജൻസ് ചെയ്യുക? വാട്ട് ഈസ് ദ കാർസിനോജൻസ് ഡു? ഇറ്റ് മേക്ക് ക്രോമസോമൽ അബറേഷൻസ്. ക്രോമസോം സെല്ല് ഡിവൈഡ് ചെയ്യുന്ന നേരത്ത് ആ അബറേഷൻസ് വന്നാൽ ആ ഉണ്ടാകുന്ന ഡോട്ടർ സെല്ലില് ഡാമേജ്ഡ് ക്രോമസോംസ് ആയിരിക്കും. ആ ഡാമേജ്ഡ് ക്രോമസോമില് എന്തുണ്ടാവും? DNA ഡാമേജ്ഡ് ആയിരിക്കും. അപ്പോ അതിനുള്ളിലുള്ള പ്രോട്ടോങ്കോജീൻസ്, നോർമൽ സെല്ലിൽ കണ്ടിരുന്ന പ്രോട്ടോങ്കോജീൻസ് ആൾട്ടർ ചെയ്യും, മാറ്റങ്ങൾ വന്നിട്ട് ദേ ഷോ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ട്യൂമർ. ദാറ്റ് ഈസ് കോൾഡ് ക്യാൻസർ. അപ്പോ പ്രധാന കാരണം agents work on the chromosome, making chromosomal aberration, then DNA damage, then proto-oncogene changed to normal, cancerous genes, and cancerous growth, rapid multiplication. All the features are shown by the cancer cells. Okay, then physical agents. ഒന്നുകൂടി നോക്കാം. physical agent ഏതൊക്കെയാ? Ionizing, gamma ray എല്ലാം. ഓക്കെ, ദാറ്റ് ഫിസിക്കൽ ഏജൻസ്. അപ്പൊ റേഡിയേഷൻ എത്രത്തോളം ഉണ്ട്? റേഡിയേഷൻ ഏൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ എക്സ്റേ ആ യൂണിറ്റിന്റെ അടുത്തൊന്നും ചെന്ന് നിൽക്കരുതെന്ന് പറയില്ലേ? ദെൻ എന്താണ് നോൺ അയണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് സൺലൈറ്റ്. കണ്ടോ, സൺലൈറ്റിലും UV റേസ് അങ്ങനെയുള്ളതും ഏൽക്കാൻ പാടില്ല. പിന്നെ എന്താണ്? കെമിക്കൽ ഏജൻസ്. കെമിക്കൽ ഏജന്റ് പറഞ്ഞാൽ ഈ ടൊബാക്കോ, ഡയറ്റ്, ഇത് കണ്ടോ, ഏറ്റവും കൂടുതൽ പങ്ക് അതിന് തന്നെയാണ്, ടൊബാക്കോ ആൻഡ് ഡയറ്റ്. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണെന്ന് അർത്ഥം അല്ലെ? ദെൻ ഡസ്റ്റ് കെമിക്കൽസ് ഇൻ ആസ്ബസ്റ്റോസ്, അത് ഒക്യുപേഷണൽ സെക്ഷൻ അത് പറയും. കാരണം ആസ്ബസ്റ്റോസിന്റെ ഫൈബേഴ്സ് ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നു. ദെൻ ബയോളജിക്കൽ ഏജന്റ് അങ്ങനെയുണ്ട്. ഇത് പിന്നെ നമുക്ക് നിവർത്തിയില്ല, വൈറസസ് ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്തിട്ടും ക്യാൻസർ ഉണ്ടാക്കാം. അപ്പൊ ബാക്കിയുള്ള എല്ലാതും നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതാണ് മെജോറിറ്റി അല്ലെ. ഒരു 40% ഓഫ് ക്യാൻസർ ക്യാൻ ബി പ്രിവെന്റഡ് എന്നാണ് പറയുന്നത്. പിന്നെ വേറെ കുറച്ച് അതേഴ്സ് പറയുന്നുണ്ട്, അവിടെയാണ് കുറച്ചൊക്കെ ഇൻഹെറിറ്റഡ് വരുന്നത്. അപ്പൊ ഇൻഹെറിറ്റഡും വൈറസും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ദാറ്റ് ഈസ് ബ്ലഡ് ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റ് അതിന്റെ കൗണ്ട്, ഇപ്പൊ ലിംഫോസൈറ്റിന്റെ കൗണ്ട് എത്രത്തോളം ഉണ്ട്, ലൂക്കോസൈറ്റ് എത്രത്തോളം ഉണ്ട്, അങ്ങനെയാണ് ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബോൺ മാരോ ടെസ്റ്റും അതും വെച്ചിട്ട് നടത്തും. ദെൻ ബയോപ്സി, ദാറ്റ് ഈസ് സർജിക്കൽ റിമൂവൽ ഓഫ് ദ സസ്പെക്റ്റഡ് ടിഷ്യൂ, ആൻഡ് ദാറ്റ് ടിഷ്യൂ ഈസ് കളക്റ്റഡ് and it is cut into thin sections, stained and examined under microscope. അപ്പൊ എന്താണ്ടാവുക? ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡി. അപ്പൊ ഇതുപോലെ കിട്ടും. അപ്പൊ നല്ല എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സിന് ആ ക്യാൻസറസ് ഗ്രോത്ത് മറ്റുള്ള സെല്ലിൽ നിന്ന് എത്രത്തോളം ഉണ്ട് ഈ ക്യാൻസറസ് ഗ്രോത്ത് എന്ന് തിരിച്ചറിയാൻ പറ്റും. അതിന്റെ സ്പ്രെഡിങ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ന്യൂക്ലിയർ DNA കണ്ടന്റിൽ വന്ന മാറ്റം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ക്യാൻസറസ് ഗ്രോത്തിനെ ഗ്രേഡ് ആയിട്ട് തിരിക്കും. ഗ്രേഡ് 1, 2, 3 അങ്ങനെ എത്രത്തോളം അത് അതിന്റെ ഇൻവസീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനാക്കിയിട്ട്. ദെൻ റേഡിയോഗ്രാഫി, എക്സ്റേ എടുക്കൂലോ, അപ്പോൾ ചില പർട്ടിക്കുലർ പോർഷൻസ് എക്സ്റേയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. CT സ്കാൻ, കമ്പ്യൂട്ടർ ടോമോഗ്രാഫിക് സ്കാനിങ്, എക്സ്റേ വെച്ചിട്ട് തന്നെ ഒരു 3 ഡയമെൻഷണൽ ഇമേജ് ഇന്റേണൽ ഓർഗൻസിന്റെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഏതൊരു പൊസിഷനിൽ എവിടെയാണ് അതിന് മാറ്റം വന്നിട്ടുള്ളത് ടിഷ്യൂ എന്ന് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റും CT സ്കാനിങ്. ദെൻ MRI സ്കാനിങ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. അവിടെ ടിഷ്യൂ ഫ്ലൂയിഡ്, അതിലുള്ള ഫ്ലൂയിഡിന്റെ മാറ്റം വരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അത്, അതിന്റെ ഫ്ലോ എങ്ങനെയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ MRI സ്കാൻ ഉപയോഗിക്കും. ദെൻ സെറോളജിക്കൽ ടെസ്റ്റ് പറയും, ദാറ്റ് ഈസ് ആന്റിബോഡി. നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാക്കിയിട്ടുണ്ടോ പർട്ടിക്കുലർ ക്യാൻസർ ആന്റിജന്, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ട്യൂമർ മാർക്കേഴ്സ് പറയും. ചില ക്യാൻസറുകൾക്ക് ട്യൂമർ മാർക്കേഴ്സ് എന്ന മാർക്കർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ മാർക്കർ ക്വാണ്ടിറ്റി കൂടി വരുന്നുണ്ടെങ്കിൽ
ആ ആന്റിബോഡി ഇങ്ങനെ കൂടി വരുന്നുണ്ട് എന്ന് അർത്ഥമാണ്. അതായത് ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്ന് അർത്ഥമാണ്. ദെൻ ജെനറ്റിക് അനാലിസിസ്, ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാൻസർ സെല്ല് ഉണ്ടോ, അത് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനായിട്ട് ജെനറ്റിക് അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഫോർ അഡോപ്റ്റ് പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഇപ്പൊ ലങ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ വളരെ ഏർലി തന്നെ പ്രിവെന്റ് ചെയ്യാം, ഇങ്ങനെ ഒരു സസെപ്റ്റബിലിറ്റി ഉണ്ട് എന്ന് കണ്ടാൽ. ഓക്കെ, ദാറ്റ് ഈസ് ഡയഗ്നോസ്റ്റിക്. ഇനി നമ്മൾ ട്രീറ്റ്മെന്റ് ആണ്, എങ്ങനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ബൈ സർജറി, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ആൽഫ ഇന്റർഫെറോൺ. ഇതിൽ സർജറി നമുക്ക് വളരെ ഫെമിലിയർ ആണ്. സർജിക്കൽ റിമൂവൽ ഓഫ് എക്സസ് ഗ്രോത്ത്. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടായതിനെ റിമൂവ് ചെയ്യുമ്പോൾ ഡിസ്കംഫർട്ട് മാറി കിട്ടുമല്ലോ. പക്ഷെ അതോടുകൂടി തീർന്നില്ല, കണ്ടിന്യൂസ് ആയിട്ടോ ക്ലബ് ചെയ്തിട്ടോ ഡിഫറെന്റ് തെറാപ്പീസ് അതിന് സ്യൂട്ടബിൾ സജസ്റ്റ് ചെയ്യും ഡോക്ടേഴ്സ്. അതിന് അഡോപ്റ്റ് ചെയ്യണം, എങ്കിലേ അത് പൂർണ്ണമായിട്ട് മാറി കിട്ടുള്ളൂ. അപ്പൊ കീമോതെറാപ്പി എന്താണ് നമുക്കറിയാം. ഡ്രഗ്സ് വെച്ചിട്ട്, കെമിക്കൽ സബ്സ്റ്റൻസ് വെച്ചിട്ട് ഉള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റിനെയാണ് കീമോതെറാപ്പി പറയാം. യൂസിങ് ഡ്രഗ്സ് ഓർ മെഡിസിൻസ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ ഗ്രോത്ത്. ദെൻ റേഡിയോതെറാപ്പി, സർട്ടൻ റേഡിയേഷൻ, നമുക്ക് എക്സ്റേ അല്ലെ, റേഡിയേഷൻസ് എടുത്തിട്ട് ക്യാൻസർ സെൽസ് ആർ റിമൂവ്ഡ്, ദേ ആർ ഡിസ്ട്രോയ്ഡ്. ചിലപ്പോ അങ്ങനെ ഡീപ്പൻ ഏരിയയിലേക്കാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയർ ബൈ ഓവർലൈനിങ് normal healthy cells also may damaged by the radiation. Then immunotherapy ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ആൽഫ ഇന്റർഫെറോൺ ആൻഡ് ഇമ്മ്യൂണോതെറാപ്പി. ഇന്റർഫെറോൺ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇന്റർഫെറോൺ ഒരു ഇമ്മ്യൂൺ മോഡിഫയേഴ്സ് ആണ് അല്ലെ. എന്ന് വെച്ചാൽ നമ്മള് എന്താണ്, നമ്മളുടെ ശരീരത്തിൽ തന്നെ ഇന്റർഫെറോൺസ് ഉണ്ടാക്കും പറഞ്ഞില്ലേ, സൈറ്റോകൈൻ ബാരിയേഴ്സ്, ഇന്റർലൂക്കിൻ, ഇന്റർഫെറോൺ എന്നൊക്കെ. അത് ഒരു വൈറൽ അറ്റാക്ക് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരെ ഉണ്ടാക്കുന്ന മോഡിഫയേഴ്സ് ആണ് ഇന്റർഫെറോൺ. അതിനെ നമ്മളുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാക്കി ക്യാൻസറിനെ നശിപ്പിക്കാൻ കുറെ സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ആൽഫ ഇന്റർഫെറോൺ ഓരോ പേഴ്സന്റെയും ആൽഫ ഇന്റർഫെറോണിനെ പുറത്ത് ഇൻവിട്രോ കൾച്ചർ ചെയ്ത് വീണ്ടും തിരിച്ച് ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് ക്യാൻസർ സെല്ലിനെ പ്രതിരോധിക്കുന്ന ഒരു ടൈപ്പ് തെറാപ്പിയാണ് ആൽഫ ഇന്റർഫെറോൺ തെറാപ്പി. ഇനി ഇമ്മ്യൂണോതെറാപ്പി വളരെ ഇപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ത്യയിലടക്കം വന്നു തുടങ്ങി എന്നാണ് പറയുന്നത് ഇമ്മ്യൂണോതെറാപ്പി. ഇവിടെ എന്താ സംഭവിക്കുന്നത്, സാധാരണ ഒരു ക്യാൻസർ സെല്ലിനെ ഡിറ്റക്ട് ചെയ്യാൻ ടി സെല്ല് സാധാരണ എന്ത് ചെയ്യും, ടി സെല്ല് അതിനെ പോയി നശിപ്പിക്കുന്നതാണ്. പക്ഷെ ചിലപ്പോ ക്യാൻസർ സെല്ല് അത് ഈ ടി സെല്ലിൽ നിന്ന് ഒളിച്ചു നടക്കും, അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത പോലെ നടക്കും. അപ്പൊ എന്താ ചെയ്യാ, ഈ ടി സെല്ലിനെ പുറത്തേക്ക് എടുത്തിട്ട് ചില പ്രോട്ടീൻസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കും, ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ആ ടി സെല്ലിനെ, അതായത് അതേ പേഴ്സന്റെ ടി സെല്ലിനെ തന്നെ ധാരാളം ക്വാണ്ടിറ്റി അങ്ങോട്ടേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോ ആ ടി സെൽസ് ഇപ്പോ ഓൺ സ്റ്റേജിലായി, ദേ കൻ ഈസിലി ഡിറ്റക്ട് ദ പാത്തജൻസ് ആൻഡ് ഡിസ്ട്രോയ് ഇറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്മ്യൂണോതെറാപ്പി. ഇനി സൈഡ് എഫക്ട്സ് ഓഫ് ക്യാൻസർ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീമോതെറാപ്പി എപ്പോഴും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്, അതിന്റെ സൈഡ് എഫക്ട്സ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇങ്ങനെയുള്ള അനീമിയ, എയർ ലോസ്, ദെൻ വോമിറ്റിംഗ്, ചേഞ്ച് ഇൻ അപ്പറ്റൈറ്റ്, ഇതെല്ലാം ഉണ്ടാവും. അപ്പോ ഭയങ്കരമായിട്ട് ക്ഷീണവും എല്ലാം ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം അതിലും വലിയൊരു കാര്യം നമുക്ക് റിമൂവ് ചെയ്യാനുണ്ട്. അപ്പോ ഈ ഒരു കണ്ടീഷൻസ് മാറും, നമ്മൾ വീണ്ടും ഹെൽത്തിലേക്ക് തിരിച്ചു വരും. കൊച്ചു മക്കൾക്ക് വരെ നമുക്കറിയാം അല്ലെ. അപ്പോ എന്നാ വലിയ ആളുകൾക്ക്, കുട്ടികൾക്ക് ഉണ്ടാവണത് ഇപ്പൊ എന്താ, നമ്മളുടെ പാരന്റ്സിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അവരുടെ ഹെൽത്തിൽ വന്നേക്കണ കുറെ ചേഞ്ചസ് കൊണ്ടാണ് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. അപ്പൊ നമ്മളുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തിയാൽ ഇനിയുള്ള ജനറേഷനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റൂ, എത്രത്തോളം പ്രിവെന്റ് ചെയ്യാം? നമ്മൾ കണ്ടല്ലോ നേരത്തെ ക്യാൻസർ കോസിങ് ഏജൻസ് നോക്കിയപ്പോ നമുക്ക് ഒരു 40 to 50% നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ സാധാരണ ആൾക്കാർ പറയും, ഓ ക്യാൻസർ ഈസ് ഓൾ ജെനറ്റിക് വൺ, ഐ കാൺ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. മോസ്റ്റ് ഓഫ് ദ ക്യാൻസർ കേസസ് ക്യാൻ ബി പ്രിവെന്റഡ്. എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം? അപ്പോൾ ആ പ്രിവെന്റ് ചെയ്യുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ജനറേഷനെങ്കിലും നമുക്ക് രക്ഷിക്കാം. എങ്ങനെയൊക്കെയാ? കീപ്പിംഗ് എ ഹെൽത്തി വെയിറ്റ്,
വെയിറ്റ് അധികം കൂടാതെ നോക്കുക. ടൊബാക്കോ അതാണല്ലോ ഭയങ്കരമായിട്ട് വന്നേക്കണ ഒന്ന്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യുക. ദെൻ ലിമിറ്റ് ആൽക്കഹോൾ, ദെൻ പ്രൊട്ടക്ട് സ്കിൻ ഫ്രം എക്സ്പോഷർ ടു സൺ. എപ്പോഴും പറയുന്നതല്ലേ സ്കിൻ എക്സ്പോഷർ ടു സൺ ലിമിറ്റ് പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ പീരിയോഡിക് ആയിട്ട് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് സ്ട്രെസ് സ്റ്റിമുലേറ്റ് ദ ക്യാൻസർ സെൽ ഫോർ ഇറ്റ്സ് ഗ്രോത്ത് എന്നാണ്. അപ്പോ ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് സ്ട്രെസ് കുറയ്ക്കുക എന്നാണ്. സ്ട്രെസ് എന്ത് ചെയ്യും? സ്ട്രെസ് വന്നാൽ അപ്പോ നമുക്കറിയാം അഡ്രിനാലിൻ അതിന്റെ എമൗണ്ട് കൂടും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ദാറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സ്റ്റിമുലേറ്റ് ക്യാൻസർ. നമ്മുടെ നോർമൽ സെല്ലിനേക്കാൾ ഈ അഡ്രിനാലിനെ ഏറ്റവും സ്റ്റിമുലേറ്റ് ചെയ്യിക്കുക ക്യാൻസറിനെയാണ് അഡ്രിനാലിൻ. ഓക്കെ, അപ്പോ ആ ക്യാൻസർ സെല്ല് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക. സ്ട്രെസ് കുറയ്ക്കാനുള്ള മെഡിറ്റേഷൻ, യോഗ അങ്ങനെയൊക്കെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഈ ഒരു പിങ്ക് റിബൺ, നമ്മൾ നേരത്തെ റെഡ് റിബൺ ആണ് കണ്ടത്. പിങ്ക് റിബൺ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം പീരിയോഡിക് ടെസ്റ്റിംഗ് ഫീമെയിൽസ് ആയാലും മെയിൽസിലായാലും ബ്രസ്റ്റ് ക്യാൻസർ കാണും വരുന്നതാണ്. അത് പീരിയോഡിക് ടെസ്റ്റിംഗ് സെൽഫ് ടെസ്റ്റിംഗ് വഴി തന്നെ അതിന്റെ ഏർലിയർ ഡിറ്റക്ഷൻ നടത്താൻ പറ്റും. അങ്ങനെ അത് അപ്പൊ തന്നെ ഏർലിയർ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിലി നമുക്കത് റിക്കവർ ചെയ്ത് ആ ലൈഫ് അയാളുടെയും വീട്ടുകാരുടെയും അല്ലെ അയാളെ കൊണ്ട് എത്രക്ക പ്രയോജനം ആ ഒരു കുടുംബത്തിൽ ഉണ്ടാവേണ്ടതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്കെ ചിൽഡ്രൻ നമുക്ക് അവിടെ നിർത്താം. താങ്ക് യു.